Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. പദ്ധതികൾക്ക് വഴിമുടക്കിയായി അങ്കമാലി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് AXCയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് കാലടി പഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതിനിധികളും LSGD സബ് ഡിവിഷൻ ഓഫീസിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ജനസേവന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുക. ചീഫ് എഞ്ചിനീയറെ ആവാതിരിക്കുക. ചീഫ് എഞ്ചിനീയറെ ആവാതിരിക്കുക. ജനങ്ങൾക്ക് സേവനം നൽകാൻ അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പിലാക്കേണ്ട പദ്ധതികൾക്ക് മനഃപൂർവ്വം തടസ്സം സൃഷ്ടിക്കുകയാണ് അങ്കമാലിയിലെ ഈ ഉദ്യോഗസ്ഥ എന്ന് സമരക്കാർ പറയുന്നു. ഇതിന് എസ്റ്റിമേറ്റ് എടുത്തത് ഇവിടുന്ന്, TS നൽകിയത് ഇവിടുന്ന്, ടെൻഡർ ചെയ്തത് AXC, ടെൻഡർ അംഗീകരിച്ച് വർക്ക് തുടങ്ങിയ AXC. അതിനുശേഷം ചെന്ന് പറഞ്ഞു ഇത് ഇങ്ങനെ പണിയാൻ പറ്റില്ല, കാരണം 15-ാം പണി പണിത വേറെ ദോഷമുണ്ട്. അവസാനം ഇപ്പൊ വീണ്ടും അത് റിവൈസ് ചെയ്യണമെന്ന്, അങ്ങനെ റിവൈസ് ചെയ്യാൻ നിർത്തിയാണ്. അപ്പൊ കാലടിയിലെ മുഴുവൻ പ്രവർത്തനങ്ങളിലും തടസ്സം നിൽക്കുന്ന ഈ AXCയുടെ നിലപാടിനെതിരെയാണ് ഈ പ്രതിഷേധം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചായത്തിൽ ഒരു അംഗൻവാടിക്ക് സ്ഥലം കിട്ടിയത് മാസങ്ങൾക്ക് മുമ്പ് കിട്ടിയ 5-ാം വാർഡിലാണ്, എന്റെ വാർഡിലാണ്. 5 സെന്റ് സ്ഥലം ഒരാൾ തന്നു. അംഗൻവാടി പണിയണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ CSR ഫണ്ടിനത്തില് പഞ്ചായത്തിന്റെ അക്കൗണ്ടിൽ കുറച്ച് കാശുണ്ട്. അംഗൻവാടിക്ക് പദ്ധതി ഉണ്ടാക്കി, അതിന്റെ എല്ലാം എസ്റ്റിമേറ്റ് ഒക്കെ പുറത്തുണ്ടാക്കി, എല്ലാം റെഡിയാക്കി, പ്ലാൻ ഉണ്ടാക്കി ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ 3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചയച്ച് ഈ കഴിഞ്ഞ ശനിയാഴ്ച TS ആക്കി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എറണാകുളം TS തന്ന സാധനം ഇവർ വീണ്ടും തടസ്സമിട്ടു, അതില് കുറിപ്പെഴുതിയിട്ടു. വലിയ AXC. കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി, വൈസ് പ്രസിഡന്റ് അംബിക ബാലകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശാന്ത ചാക്കോ, ഷിജി വർഗീസ്, മെമ്പർമാരായ ശാന്ത ബിനു, ഷിജ സെബാസ്റ്റ്യൻ, ഷാനിദ നൌഷാദ് എന്നിവരാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. എറണാകുളം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാങ്കേതിക അനുമതി നൽകിയ പദ്ധതികൾ പോലും ടെൻഡർ ചെയ്യാൻ അനുവദിക്കാതെ ഇവർ മുട്ടുന്യായങ്ങൾ പറയുന്നുവെന്നും കാലടി പഞ്ചായത്തിലെ 15ഓളം പ്രവർത്തികൾ സാങ്കേതിക അനുമതിക്കായി സൈറ്റിൽ കാത്തുകിടക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയിലേറെയായെന്നും ഇവർ കൂട്ടിച്ചേർത്തു. ജലസേചന വകുപ്പിന്റെ NOC ആവശ്യമായ നിരവധി പ്രവർത്തികൾക്ക് TS നൽകിയപ്പോഴും കാലടിയിലെ KG റോഡിന് TS നൽകണമെങ്കിൽ NOC ലഭിക്കണമെന്ന ശാഠ്യത്തിലാണ് ഇവർ. NOC ലഭിക്കുന്ന മുറക്ക് മാത്രമേ ടെൻഡർ ചെയ്യുകയുള്ളൂ എന്ന കമ്മിറ്റി തീരുമാനത്തെ തുടർന്നാണ് എല്ലാ പഞ്ചായത്തുകളുടെയും ഇത്തരം പ്രവർത്തികൾക്ക് TS നൽകിയത്. എന്നാൽ ചില നിഗൂഢ നീക്കങ്ങൾ മൂലമാണ് ഈ പ്രവൃത്തിക്ക് TS നൽകാൻ ഈ ഉദ്യോഗസ്ഥ മടിക്കുന്നതെന്ന് ഇവർ കൂട്ടിച്ചേർത്തു. കൂടാതെ കാലടിയിലെ ആയുഷ് കോംപ്ലക്സ് നിർമ്മാണ പദ്ധതിയും ഇവർ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നുവെന്നും സമരക്കാർ പറയുന്നു. 2024 ഫെബ്രുവരി 29 എസ്റ്റിമേറ്റ് തയ്യാറാക്കാനാവശ്യപ്പെട്ട് റോജി M. ജോൺ MLA കത്ത് നൽകിയെങ്കിലും മാസങ്ങൾ കഴിഞ്ഞാണ് നടപടി ആരംഭിച്ചത്. പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും ഓഫീസിൽ എത്തിച്ചെങ്കിലും സ്വകാര്യ ഏജൻസിയെ കൊണ്ട് പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കി നൽകിയെങ്കിലും 9 മാസങ്ങൾ കഴിഞ്ഞിട്ടും TS ആയില്ല. ഓഫീസിൽ മറ്റുള്ള ഉദ്യോഗസ്ഥരുമായി കലഹിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ജോലി ചെയ്യാൻ അനുവദിക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഈ ഉദ്യോഗസ്ഥർക്കെതിരെ മേലുദ്യോഗസ്ഥർ നടപടിയെടുക്കണമെന്നും ഭരണസമിതികൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിർദ്ദേശിക്കുന്ന ഒരു AXC ആക്ട് അനുവദിക്കുന്ന പ്രകാരം ഭരണസമിതികൾ തയ്യാറാക്കുന്ന പദ്ധതികൾക്ക് തടസ്സം നിൽക്കുന്ന പ്രവണത അവസാനിപ്പിക്കുന്നതുവരെ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് സമരക്കാർ അറിയിച്ചു.